ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം യാക്കോബിൻ്റെ ലേഖനം 1:27. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാത്ത വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ മുമ്പാകെയുള്ള ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയെക്കുറിച്ച് ഈ വാക്യം നമ്മെ ഓർപ്പിക്കുന്നു. 21-22 വാക്യങ്ങളിൽ വചനം സൗമ്യതയോടെ കൈക്കൊള്ളണമെന്നും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കുവിനെന്നും നാവിന് കടിഞ്ഞാനിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ എന്നും പറഞ്ഞിരിക്കുന്നു. കൂടാതെ കൂട്ടുകാരനോടല്ലെങ്കിൽ മറ്റുള്ള സഹോദരങ്ങളോട് സഹതാപം കാണിക്കാത്ത ഒരുവന്റെ ഭക്തി കർത്താവിന് സ്വീകാര്യമല്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പാപം നിറഞ്ഞ ദേശത്തോട് മാനസാന്തരത്തിനായുള്ള ആഹ്വാനം നൽകുമ്പോൾ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നത് നന്മ ചെയ്യുവാൻ പഠിക്കുവിൻ, ന്യായം അന്വേഷിക്കുവിൻ, പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവിൻ, അനാഥന് ന്യായം നടത്തി കൊടുക്കുവിൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിക്കുവിൻ എന്നാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നതല്ല. സങ്കടത്തിലും മറ്റു പ്രയാസങ്ങളും ഇരിക്കുന്ന ഏവർക്കും വേണ്ടി നാം ചെയ്യുന്ന സഹായങ്ങൾ യഥാർത്ഥമായ ഭക്തിയായി ദൈവം കണക്കിടുന്നു. ഇങ്ങനെ ദൈവമുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയിൽ ജീവിക്കുമ്പോൾ തന്നെ ലോകത്താൽ മലിനമാകാതെ സ്വയം സൂക്ഷിക്കേണ്ടതുമാണ്. ലൗകികമായ പ്രലോഭനങ്ങളെ അതിജീവിക്കുകയും സത്യസന്ധതയും വ്യക്തിപരമായ വിശുദ്ധിയും പാലിക്കേണ്ടതുണ്ട്. വചനം കേൾക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക, അനാഥരെയും വിധവമാരെയും അവരുടെ പ്രയാസങ്ങൾ സന്ദർശിക്കുകയും സഹായിക്കുകയും ചെയ്യുക. അപ്പോൾ തന്നെ സ്വയമായി മലിനമാകാതെ സൂക്ഷിക്കുക. അങ്ങനെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോടെയുള്ള ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് us all.